ഭാരതത്തിന്റെ മൊത്തം കൃഷിഭൂമിയായ 141 ദശലക്ഷം ഹെക്ടർ പ്രദേശത്തിൽ വെറും 61 ലക്ഷം ഹെക്ടർ പ്രദേശത്ത് മാത്രമാണ് ജലസേചനം ലഭ്യമായിട്ടുള്ളത്. അവശേഷിക്കുന്ന 55% പ്രദേശത്തും മഴയെ ആശ്രയിച്ചു മാത്രമാണ് കാർഷിക പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത്. ഈ സാഹചര്യത്തിൽ നീർത്തട പരിപാലനത്തിൽ അധിഷ്ഠിതമായ വികസന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുവാൻ ആസൂത്രണ വിദഗ്ധർ ശുപാർശ ചെയ്തു. തുടർന്ന് രാജ്യത്തെ എല്ലാ കൃഷിയിടങ്ങളിലും ആവശ്യമായ സമയത്ത് ആവശ്യമായ അളവിൽ വെള്ളമെത്തിക്കുകയും അതിലൂടെ കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ തുടക്കം കുറിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. കേരളം അതിഭീകരമായ വരൾച്ചയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഏറ്റവും ഉചിതമായ ഒരു വിഷയമാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന അഥവാ PMKSY എന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയെപ്പറ്റിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ഈ രംഗത്തെ പ്രഗത്ഭരായ 2 ഉദ്യോഗസ്ഥരാണ്. കേരള അഗ്രികൾച്ചർ ഡയറക്ടർ PPM ആയിട്ടുള്ള ശ്രീ അശോക് കുമാർ തെക്കൻ, അതുപോലെ തന്നെ ഗ്രാമവികസന വകുപ്പിലെ PMKSYയുടെ വാട്ടർഷെഡ് ഘടകത്തിൻ്റെ നോഡൽ ഓഫീസറായിട്ടുള്ള ശ്രീ P. ബാലചന്ദ്രൻ നായർ. രണ്ടുപേരെയും കൃഷി ദർശനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. ആദ്യമായിട്ട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത് കൃഷി ഡയറക്ടറായിട്ടുള്ള അശോക് കുമാർ സാറിനോടാണ്. ഈ PMKSY പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന എന്ന പേര് കേൾക്കുമ്പോൾ ആദ്യം നമുക്കൊരു പരിചയക്കുറവ് തോന്നും. നമ്മൾ മലയാളത്തിൽ കേട്ട് പഴകിയിട്ടില്ലാത്തൊരു വാക്ക് അതിലുണ്ട്, സിഞ്ചായി. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? ജലസേചനത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു പദ്ധതി ആണ് അതിന് ഉദ്ദേശിക്കുന്നത്. സിഞ്ചായി എന്നുള്ള ജലസേചനം. സിഞ്ചായി എന്ന് വെച്ചാൽ ജലസേചനത്തിന്റെ ഹിന്ദിയാണ് അല്ലേ? സിഞ്ചായി അപ്പോൾ ജലസേചനത്തിന്റെ പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ മൊത്തത്തിലൊരു അതിന്റെ ഒരു കാഴ്ചപ്പാട് എന്താണ്? അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മൊത്തത്തിലൊന്ന് പറയാമോ? ഈ പദ്ധതി 2015-14 ആരംഭിച്ചത്. അപ്പോൾ ആദ്യം തന്നെ ഇതിന് പ്രാധാന്യം നൽകിയത് മുൻകാലങ്ങളിൽ പല പദ്ധതികളും വിവിധ വകുപ്പുകൾ സെപ്പറേറ്റ് ആയിട്ട് ആണ് നടത്തിയിരുന്നത്. ഇതിലൊരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ 3 വകുപ്പുകൾ, ജലസേചനവും കൃഷിയും ഗ്രാമവികസനവും, ഈ 3 വകുപ്പുകളും ഒരുമിച്ചിരുന്നിട്ടാണ് ഈ പദ്ധതിയുടെ എല്ലാ ആക്ഷൻ പ്ലാൻ മുതൽ അവസാന ഘട്ടം വരെ പദ്ധതി തയ്യാറാക്കുന്ന 3 വകുപ്പ് ഒരുമിച്ചാണ്. അപ്പോൾ ഓരോ ഘട്ടങ്ങളിലും കാരണം ഓരോ കൃഷി വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരും അവർക്ക് എത്ര കൃഷി ചെയ്യാൻ ആവശ്യമായ വെള്ളം എത്ര വരുന്നുള്ളത് കണക്കാക്കേണ്ട കൃഷി ഉദ്യോഗസ്ഥരാണ്. ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ അവരുടെ എത്ര ഡാമുണ്ട്, ഇപ്പം എത്ര ഇറിഗേഷൻ കനാൽ പൂർത്തീകരിച്ചിട്ടുണ്ട്, ഏതൊക്കെ മേജർ ഇറിഗേഷൻ വർക്ക് നടന്നിട്ടുണ്ട്, അവിടെ എത്ര സോഴ്സ് വാട്ടർ അവൈലബിലിറ്റി ഉണ്ട്, ഇത് മുഴുവൻ കണക്കാക്കേണ്ടത് ജലസേചന വകുപ്പാണ്. അപ്പം അങ്ങനെ അത് റൂറൽ ഡെവലപ്മെൻറ്റ്, വാട്ടർഷെഡ്, ആ പ്രദേശത്തുള്ള വാട്ടർഷെഡ് ഡെവലപ്മെൻറ്റ് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, അങ്ങനെ ഈ 3 വകുപ്പുകളുടെ ഒരു സംയോജിച്ചിട്ടുള്ളൊരു വലിയൊരു പദ്ധതിയായിട്ടാണ് ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആദ്യം മുതൽ തന്നെ ഇതിൻ്റെ പ്രാരംഭഘട്ടം മുതൽ തന്നെ നമുക്ക് ഡിസ്ട്രിക്ട് ഇറിഗേഷൻ പ്ലാൻ, അതായത് ഓരോ ജില്ലക്കും എത്ര വാട്ടർ ബഡ്ജറ്റ്, ഓരോ വർഷത്തെ 5 വർഷത്തെ വാട്ടർ ബഡ്ജറ്റ് നമ്മൾ മുൻകൂട്ടി കാണുകയാണ്. എത്രയാണ് വാട്ടർ ബഡ്ജറ്റ്, അതിലെത്രയാണ് നമ്മളിപ്പോഴും ഉള്ളത്, അതിൻ്റെ ഗ്യാപ്പ് എത്ര, അങ്ങനെ ഓരോ ജില്ലയും 14 ജില്ലയിലും വാട്ടർ ബഡ്ജറ്റും അതിൻ്റെ ഗ്യാപ്പും അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും ഈ ഡിസ്ട്രിക്ട് ഇറിഗേഷൻ പ്ലാനിലെ കൂടി നമ്മൾ കണ്ടെത്തുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഡിസ്ട്രിക്ട് കളക്ടറാണ് അതിൻ്റെ ചെയർമാൻ. അതോടൊപ്പം പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അതിൻ്റെ കൺവീനറുമായിട്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അവരാണ് ഡിസ്ട്രിക്ട് ഇറിഗേഷൻ പ്ലാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ആ പ്ലാൻ പ്രകാരം ഓരോ വർഷത്തിൽ നമ്മൾ 5 വർഷത്തെ പ്ലാൻ ഒരുമിച്ച് തയ്യാറാക്കിയാണ്. അപ്പോൾ ആ 5 വർഷം ഇപ്പോൾ 2020 ഓരോ ജില്ലയിലും ഇപ്പോഴുള്ള ഗ്യാപ്പ് 2020 എത്രമാത്രം അത് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ സാധിക്കും, അതിനെന്തൊക്കെ പദ്ധതികൾ നമുക്ക് ആവിഷ്കരിക്കാൻ സാധിക്കും. അപ്പോൾ അത് ഈ 3 വകുപ്പും കൂടിയാലോചിച്ച് ഈ പദ്ധതി സെൻട്രൽ ഗവൺമെൻറ് അതിനുള്ള ഫണ്ട് ഈ പദ്ധതിയിൽ കൊണ്ട് കണ്ടെത്തി. അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു വിഭാവനം ചെയ്തിട്ടുള്ള പദ്ധതിയാണ്. 3 വകുപ്പുകളുടെ വളരെയധികം ഒരു സമഗ്രമായ പദ്ധതിയിലാണ്. അപ്പോൾ ഇതിൽ ഈ വാട്ടർഷെഡ് അഥവാ നീർത്തടം എന്ന് പറയുന്നത് ഈ പദ്ധതിയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ നീർത്തട പദ്ധതികൾ കൈകാര്യം ചെയ്യുന്നത് ഗ്രാമവികസന വകുപ്പാണ്. അപ്പോൾ ആ നീർത്തടം എന്താണ്, നീർത്തടത്തിലും ഈ ഇറിഗേഷനും കുടിവെള്ളത്തിലും നീർത്തടത്തിനുള്ള പ്രാധാന്യം എന്താണെന്ന് വിശദമാക്കാം. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ വളരെ സമഗ്രമായ ഒരു പദ്ധതിയാണ് PMKSY പദ്ധതി എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു പ്രദേശത്തുള്ള ജലസ്രോതസ്സുകൾ ഏതൊക്കെയാണെന്ന്
കണ്ടെത്തുക, നിലവിലുള്ള ജലസ്രോതസ്സുകളെ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു ഘടകമെന്ന് പറയുന്നത്. അങ്ങനെ ജലസ്രോതസ്സുകൾ പരിപോഷിപ്പിച്ച് കഴിഞ്ഞാൽ ആ ജലസ്രോതസ്സുകളിൽ നിന്നും കൃഷിയിടങ്ങളിലേക്ക് വെള്ളം എത്തിക്കാനുള്ള കനാലുകൾ തയ്യാറാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ഘടകമെന്ന് പറയുന്നത്. അത് ഇറിഗേഷൻ വകുപ്പിൻ്റെ മേജർ ഇറിഗേഷൻ അല്ലെങ്കിൽ AIBP ആക്സിലറേറ്റഡ് ഇറിഗേഷൻ ബെനിഫിറ്റ് പ്രോഗ്രാം എന്നുള്ള പദ്ധതിയിലാണ് അത് നടപ്പിലാക്കുന്നത്. അങ്ങനെ മേജർ കനാലുകൾ ഉണ്ടായിക്കഴിഞ്ഞാലും കൃഷിയിടങ്ങളിലേക്ക് വെള്ളം എത്തണം, ഓരോ കൃഷിയിടത്തിലേക്കും എത്തണം. അങ്ങനെ ഓരോ കൃഷിയിടത്തിലേക്കും വെള്ളം എത്തണമെങ്കിൽ അതിനുള്ള പദ്ധതികൾ ഉണ്ടാവണം. അതിന് ഈ പദ്ധതിയിൽ ഹർ ഖേത് കോ പാനി, ഖേത്ത് എന്ന് പറഞ്ഞാൽ കൃഷിയിടം, ഹർ ഖേത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ കൃഷിയിടങ്ങളിലേക്കും വെള്ളം എത്തണം. അപ്പം എവിടെയെങ്കിലും കുറേ സ്ഥലങ്ങളിൽ മാത്രം വെള്ളം എത്തിച്ചാൽ പോരാ, എല്ലാ കൃഷിയിടങ്ങളിലേക്കും വെള്ളം എത്തണം. അപ്പം അതിന് മൈനർ ഇറിഗേഷൻ പദ്ധതികൾ ഇതിനകത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ കൃഷിയിടങ്ങളിൽ വെള്ളം എത്തിക്കഴിഞ്ഞാലും എത്തപ്പെടുന്ന വെള്ളം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതും പ്രധാനമാണ്. വളരെ കുറച്ച് വെള്ളം ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ഉൽപ്പാദനം നടത്തുക എന്നുള്ളതാണ് അതിനകത്ത് വരുന്നത്. അപ്പം അങ്ങനെ ഈ പദ്ധതിക്ക് 4 കമ്പോണൻ്റ് ഉണ്ട്. ഒന്ന് PMKSY വാട്ടർ ഷെഡ്, ജലസ്രോതസ്സുകളുടെ പുനരുദ്ധാരണവും നവീകരണവും. 2 AIBP ആക്സിലറേറ്റഡ് ഇറിഗേഷൻ ബെനിഫിറ്റ് പ്രോഗ്രാം മേജർ ഇറിഗേഷൻ. 2 ഹർ ഖേത് കോ പാനി മൈനർ ഇറിഗേഷൻ. 4 പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ്, ഓരോ തുള്ളി വെള്ളത്തിൽ നിന്നും കൂടുതൽ ഉൽപ്പാദനം എന്നുള്ളത് വാട്ടർ യൂസ് എഫിഷ്യൻസിയാണ്. അതെ, വാട്ടർ യൂസ് എഫിഷ്യൻസിയാണ്, സമഗ്രമായൊരു പദ്ധതിയാണ്. ഇന്നത്തെ വാട്ടർ ഷെഡിൻ്റെ ഒരു പ്രാധാന്യം വരുന്നത് നമ്മൾ എത്രയൊക്കെ കനാലുകൾ കുഴിച്ചാലും എത്രയൊക്കെ വെള്ളം കൃഷിയിടങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിച്ചാലും ആവശ്യത്തിന് വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എത്തിക്കാൻ പറ്റൂ. അപ്പോൾ വെള്ളം ഉണ്ടാവണം എന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ വാട്ടർ സോഴ്സസ് സംരക്ഷിക്കപ്പെടണം. നമ്മുടെ പ്രധാനപ്പെട്ട ജലസ്രോതസ് എന്ന് പറയുന്നത് മഴയാണ്. മഴയിലൂടെയാണ് നമുക്ക് വെള്ളം കിട്ടുന്നത്. ആ കിട്ടുന്ന മഴവെള്ളം ഉപരിതല ജലസ്രോതസ്സുകളിലും ഭൂഗർഭ ജലസ്രോതസ്സായിട്ടും സംഭരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ സംഭരിക്കണമെങ്കിൽ ഒരു നീർത്തട കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അത് കഴിയുകയുള്ളൂ. ഒരു നീർത്തടമെന്ന് പറയുമ്പോൾ അത് ഒരു നീർച്ചാലിനെ ബേസ് ചെയ്താണ് ഇരിക്കുന്നത്. ഒരു നീർച്ചാൽ അല്ലെങ്കിൽ ഡ്രെയിനേജ് ലൈനിനെ എവിടെ നിന്നൊക്കെ വീഴുന്ന മഴവെള്ളമാണോ ആ ഡ്രെയിനേജ് ലൈനിലേക്ക് എത്തുന്നത്, ആ പ്രദേശം, ആ കാച്ച്മെൻറ്റ് ഏരിയയാണ് നമ്മൾ നീർത്തടം എന്ന് പറയുന്നത്. അപ്പോൾ ആ നീർത്തടത്തിൻ്റെ അധിഷ്ഠിതമായി കിട്ടുന്ന മഴവെള്ളം സംഭരിക്കാനും സംരക്ഷിച്ചു വയ്ക്കാനും ഭൂഗർഭജലമായി പരിപോഷിപ്പിക്കാനും കഴിയുന്ന പ്രവർത്തനങ്ങളാണ് ഈ നീർത്തട ഘടകത്തിൽ നമുക്ക് ഏറ്റെടുക്കാൻ ചെയ്യാവുന്നത്. അപ്പോൾ ആ ജലസംരക്ഷണമാണ് അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വാട്ടർ കൺസർവേഷൻ ആൻഡ് വാട്ടർ ഹാർവെസ്റ്റിംഗ് ആണ് അതിനകത്ത്. അപ്പോൾ അതിൽ മറ്റുള്ള ഘടകങ്ങളുണ്ട്. നമുക്ക് അതിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം ചോദിച്ചിട്ട്, നമ്മുടെ ഈ ഡിസ്ട്രിക്ട് ഇറിഗേഷൻ പ്ലാൻ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണ് അല്ലേ? അപ്പോൾ കേരളത്തിലെ 14 ജില്ലകൾക്കും പ്രത്യേകം പ്ലാനുകൾ ഉണ്ടാക്കണം എന്നാണ്. ഒരു ഡിസ്ട്രിക്ട് ഇറിഗേഷൻ പ്ലാനിൻ്റെ അടിസ്ഥാനം എന്താണ്? എന്താണ് ശരിക്കും അതിൻ്റെ അർത്ഥം എന്താണെന്ന് വിശദമാക്കാം. അതായത് ഓരോ ജില്ലയിലും ബ്ലോക്ക് തല, ഗ്രാമതലത്തിൽ, പഞ്ചായത്ത് തലത്തിൽ തന്നെ, വില്ലേജ് തലത്തിൽ നമ്മൾ ഇത് അവിടുത്തെ സോഴ്സ് കണ്ടെത്തി അവിടെയുള്ള ലൈവ്ലിഹുഡ്, നമ്മളെ മൃഗങ്ങൾക്ക് എത്ര ആവശ്യമുണ്ട്, ആ സ്ഥലത്തുള്ള കൃഷിക്ക് എത്ര വേണം, അതുപോലെ മറ്റ് ഇൻഡസ്ട്രി പർപ്പസിന് എത്ര വേണം, അങ്ങനെ ഓരോ പഞ്ചായത്ത് തലത്തിൽ കുടിവെള്ളം അടക്കം വരണം. കാരണം നമ്മളുടെ വാട്ടർ ഇപ്പോഴത്തെ നമുക്ക് ആവശ്യമുള്ള വെള്ളം ഓരോ വർഷവും കുറഞ്ഞു വരികയാണ്. അപ്പോൾ അത് നമ്മൾ ഇപ്പോഴും തന്നെ എൻ്റെ ഒരു ശ്രദ്ധ ചെലുത്തിയെങ്കിൽ മാത്രമേ ഫ്യൂച്ചറിലെങ്കിലും നമുക്കൊരു വലിയൊരു വരൾച്ചയും ഈ വെള്ളക്ഷാമം ഇല്ലാതിരിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതൊരു ബഡ്ജറ്റ് നമ്മൾ ഉണ്ടാക്കണം. ആദ്യം തന്നെ വാട്ടർ ബഡ്ജറ്റ്, വാട്ടർ ബഡ്ജറ്റ് ഉണ്ടാക്കിയാണ്. അപ്പോൾ അതിന് ഏതൊക്കെ സോഴ്സുകളാണ് ഇപ്പോൾ ഉള്ളത്, ഇപ്പോൾ അവിടേക്ക് മേജർ ഇറിഗേഷൻ വാട്ടർ ഏതൊക്കെയാണ്, റെയിൻ വാട്ടർ വരുമ്പോൾ നമുക്ക് എത്രമാത്രം അത് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിന് ഇപ്പോഴത്തെ സ്ട്രക്ചർ എന്തൊക്കെയാണ് ഉള്ളത്, അപ്പോൾ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് കൂട്ടുവാൻ എന്തൊക്കെ സ്ട്രക്ചർ പണിയണം, മറ്റ് മൾച്ചിങ് അതുപോലുള്ള മറ്റ് വർക്കുകൾ എന്തൊക്കെയാണ് നടത്തണം, സോയിൽ കൺസ്ട്രക്ഷൻ വർക്ക് എന്തൊക്കെ നടത്തണം, ഈ റൺ ഓഫ് പുഴയിലേക്ക് ഒഴുകിപ്പോകുന്നത് തടയാൻ. അപ്പോൾ അതിനെല്ലാം കൂടി ഉള്ളൊരു പ്ലാൻ നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ തന്നെ തുടങ്ങി, വില്ലേജ് തലത്തിൽ. അപ്പോൾ 8 വില്ലേജുകളും അല്ലെങ്കിൽ 8 മുതൽ 9 വില്ലേജുകൾ യോജിപ്പിച്ചുകൊണ്ടാണ് ഒരു ക്ലസ്റ്റർ എന്ന് പറയുന്നതിൻ്റെ. ഈ വില്ലേജ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ റവന്യൂ വില്ലേജ് അല്ല ഉദ്ദേശിക്കുന്നത്, അല്ലല്ല, ഗ്രാമത്തിലുള്ള വില്ലേജ്. അപ്പോൾ 8 വില്ലേജുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ക്ലസ്റ്റർ ഉണ്ടാക്കിയാണ്. ആ ക്ലസ്റ്ററിനമാണ് നമ്മൾ ഇതിൻ്റെ മൈൻ താഴത്തുള്ള ഏറ്റവും ചെറിയ ഘടകം. ആ ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റിൽ കൂടിയാണ് ഇതിൻ്റെ പ്രവർത്തനം മുഴുവൻ പോകേണ്ടത്. അപ്പോൾ ഈ ക്ലസ്റ്ററിൽ എല്ലാ 3 വകുപ്പുകൾ തമ്മിലുള്ള ഒരു സംയോജനം. ഈ ക്ലസ്റ്ററും പഞ്ചായത്തും തമ്മിൽ എങ്ങനെയാണ്? ഈ പഞ്ചായത്തിനകത്ത് ഒതുങ്ങി നിൽക്കുമോ? ഇല്ല, അത് മാറും. 2-3 പഞ്ചായത്ത് ഒരു വാട്ടർ ഷെഡിന്റെ ഫ്രെയിംവർക്കിലാണ് ഇത് വരുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ ഓരോ ഈ ക്ലസ്റ്റർ തലത്തിലുള്ള പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഡിസ്ട്രിക്ട് കളക്ടർ അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റിക്ക് വെക്കുകയും ആ കമ്മിറ്റിയിൽ ആണ് ഓരോ വർഷം ഇപ്പം ഒരു ജില്ല, ഇപ്പോൾ തിരുവനന്തപുരം ജില്ല അല്ലെങ്കിൽ പാലക്കാട് ജില്ല, ആ പാലക്കാട് ജില്ലയുടെ ഒരു വർഷത്തെ 2015 വർഷത്തെ ഡിമാൻഡ് എത്ര സപ്ലൈ, അങ്ങനെ 2020 വരെയുള്ള ഓരോ വർഷത്തെയും എത്രയാണ് വെള്ളം ആവശ്യം, അതിലെത്ര ഇപ്പം ലഭിക്കുന്നുണ്ട്, അതിലെത്ര ഗ്യാപ്പ് വരുന്നുണ്ട്, അങ്ങനെ 5 വർഷത്തെ പ്ലാനാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഡിപ്പിൽ.
അതിന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ ഫണ്ട് എത്ര വേണ്ടി വരും, ഇപ്പോൾ ഉള്ള ഫെസിലിറ്റീസ് കൂട്ടുവാനും അതിനുള്ള ലാബ്സ് ഒഴിവാക്കാൻ ഏതൊക്കെ തരത്തിൽ ലാബ്സ് ഒഴിവാക്കാം. അതുപോലെ ഈ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അപ്പം മേജർ ഇറിഗേഷൻ പദ്ധതി പ്രകാരം കൊടുക്കുന്ന വെള്ളം രണ്ടാമത്തെ പദ്ധതി ഹർക്കത്ത് കോ പാനി പ്രകാരം നമുക്ക് ആ സോഴ്സിൽ എത്തിക്കുന്നു. അവിടെ നിന്ന് കൃഷിയിടത്തിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് എത്രമാത്രം അതിനെ ഉപകരിക്കാം ആ ഒരു പ്ലാൻ കൂടി തയ്യാറാക്കിയിട്ട് ഈ മാക്സിമം വാട്ടർ ബഡ്ജറ്റ് ഉണ്ടാക്കി ആ ബഡ്ജറ്റ് എത്ര ഫണ്ട് വരും ഓരോ വിഭാഗത്തിനും, റൂറൽ ഡെവലപ്മെൻറ്റ് പദ്ധതിക്ക് എത്ര വരും, കൃഷി വകുപ്പിന് എത്ര വരും, അങ്ങനെ ഓരോ വിഭാഗത്തിൻ്റെ മൊത്തം പദ്ധതി നമ്മൾ ആനുവൽ ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കും. ഈ ആനുവൽ ആക്ഷൻ പ്ലാൻ 5 വർഷത്തെ ആനുവൽ ആക്ഷൻ പ്ലാനും നമ്മൾ ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റി അപ്രൂവ് ചെയ്യണം. അപ്പോൾ ഈ കമ്മിറ്റി കൃഷി ഓഫീസറും സമർപ്പിക്കുന്ന പദ്ധതി ജില്ലാ കൃഷി ഓഫീസറും അവിടെയുള്ള ഇറിഗേഷൻ ഉദ്യോഗസ്ഥരും റൂറൽ ഡെവലപ്മെൻറ്റ് ഉദ്യോഗസ്ഥരും ഒരുമിച്ചിരുന്ന് ആണ് ഈ പദ്ധതി മുഴുവൻ തയ്യാറാക്കുന്നത്. പണ്ട് ഇതില്ലായിരുന്നു. ഇതിപ്പോൾ ഈ 3 ഉദ്യോഗസ്ഥന്മാരുടെ സംയുക്തമായിട്ടൊരു പ്രവർത്തനം കൊണ്ടാണ് നമുക്ക് ഡിസ്ട്രിക്ട് ഇറിഗേഷൻ പ്ലാൻ ഉണ്ടാകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്. നമുക്കൊരു കോൾ വരുന്നുണ്ട്, നമുക്കൊരു കോളിലേക്ക് പോകാം. പറഞ്ഞോളൂ. ഹലോ. നമസ്കാരം. നമസ്കാരം സാർ. ആരാണ് സംസാരിക്കുന്നത്? പരിചയപ്പെടുത്തിയിട്ട് ചോദ്യത്തിലേക്ക്. ബാലകൃഷ്ണൻ ആയവനെന്നാണ്. എനിക്ക് അറിയേണ്ടത്, ഞാനൊരു കിണർ കുഴിച്ചു, അതിന്റെ അകത്ത് വെള്ളം കിട്ടുന്നില്ല. അപ്പൊ എനിക്ക് കുറച്ച് കൃഷിയൊക്കെ ഉണ്ട്, കുറച്ച് കൊക്കോയും കുരുമുളകും ഒക്കെ, വേറെ വെള്ളം കിട്ടാൻ സാധ്യതയില്ല. അപ്പൊ എനിക്കത് ഒരു മഴവെള്ള സംഭരണി ആക്കിയാൽ കൊള്ളാവുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് എന്തെങ്കിലും സഹായം സർക്കാരിൽ നിന്ന് കിട്ടുമോന്ന് അറിയാനായിരുന്നു ഈ പദ്ധതിയിൽ. ഈ പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ച് സഹായം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു പദ്ധതിയാണ്. കാരണം 50% വരെ സഹായധനം നമുക്ക് നൽകാൻ സാധിക്കും. ഈ ആ പഞ്ചായത്തിന്റെ എല്ലാ പ്ലാനിൽ ഉൾക്കൊള്ളിക്കണം. മഴവെള്ള സംഭരണിക്ക് സാധിക്കും. കാരണം ബോർവെല്ല് കുഴിക്കുക, മഴവെള്ള സംഭരണി, അതുപോലുള്ള എല്ലാ ഈ ജലസംരക്ഷണത്തിനും ജലസ്രോതസ് ഉണ്ടാക്കാനും പുതിയ കുളം നിർമ്മിക്കാൻ, പഴയ കുളം പുനരുദ്ധരിക്കാൻ, ഇതിനൊക്കെ ഈ പദ്ധതിയിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ആ പഞ്ചായത്തിലുള്ള കൃഷി ഓഫീസറും അവരുടെ ആ പ്ലാനിൽ ഇത് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതിനുള്ള സാമ്പത്തിക ആനുകൂല്യം ലഭിക്കാൻ സാധ്യതയുണ്ട്. കൃഷി ഓഫീസിൽ അന്വേഷിച്ചു സാർ, അത് അങ്ങനെ ഒരു പദ്ധതിയെ വന്നിട്ടില്ല. പദ്ധതി ഇപ്പോൾ ശരിക്കും ഈ വർഷം മുതൽ അത് പ്രാവർത്തികമായി വരുന്നതേ ഉള്ളൂ. കാരണം ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം ലഭിച്ച ഫണ്ട് മറ്റു ഘടകങ്ങൾക്ക് ആണ് ലഭിച്ചത്. ഈ വർഷത്തെ ഫണ്ട് ഇപ്പം ഈ ഡിപി അപ്രൂവ് ചെയ്തതിന് ശേഷം, ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റി അപ്രൂവ് ചെയ്ത് സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റി അപ്രൂവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വർഷം തന്നെ ഈ ഫണ്ട് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അദ്ദേഹം ആരെയാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടി എവിടെയാണ് സമീപിക്കേണ്ടത്? കൃഷി ഓഫീസറാണ്. അപ്പോൾ കൃഷി ഓഫീസറാണ് അതിൻ്റെ ആദ്യത്തെ. ഇപ്പോൾ നമ്മൾ ഡിസ്ട്രിക്ട് ഇറിഗേഷൻ പ്ലാനിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ട് വന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ IWMBയുടെ കാര്യം, ഇപ്പോൾ ചോദിച്ച ചോദ്യവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യം ചോദിച്ചോട്ടെ. അതായത് IWMB അല്ല, നമ്മുടെ നീർത്തട പദ്ധതി, വാട്ടർഷെഡ് കോമ്പണന്റിനകത്ത് അതിനുള്ളിൽ ഈ മഴവെള്ള സംരക്ഷണം മാത്രമല്ല, അതിനകത്തൊരു ഹ്യൂമൻ എലമെന്റ് കൊണ്ട് അവിടെ അധിവസിക്കുന്ന ജനങ്ങളുടെ ക്ഷേമവും അതിനകത്തുണ്ട്. അപ്പോൾ മറ്റ് കോമ്പോണൻസ് അതിൽ എന്തൊക്കെയാണ് വരുന്നത്? ഈ പ്രോപ്പറായിട്ടുള്ള ഈ വെള്ളം സംരക്ഷിക്കുക എന്നുള്ളത് കഴിഞ്ഞാൽ അതിൽ വരുന്ന മറ്റ് കോമ്പോണൻസ് എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും PMKSY വാട്ടർഷെഡ് പ്രോഗ്രാമിനകത്ത് ഈ പറഞ്ഞ പോലെ പ്രകൃതി വിഭവ പരിപാലനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണൻ്റ് എന്ന് പറയുന്നത്. മൊത്തം തുകയുടെ 56% തുകയും മണ്ണു ജല സംരക്ഷണ പ്രവർത്തനങ്ങൾക്കാണ് നീക്കിവെച്ചിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. ഇപ്പോൾ രാജേഷ് ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ, ഈ NRM കമ്പോണൻ്റ് കഴിഞ്ഞാൽ ഈ അവിടുത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന മറ്റ് പദ്ധതികളെന്ന് പറയുന്നത്, ഒന്ന്, അവിടുത്തെ കാർഷിക അനുബന്ധ മേഖലയിൽ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മൊത്തം തുകയുടെ ഒരു 10% തുക നീക്കിവെച്ചിട്ടുണ്ട്. അതുകൂടാതെ അവിടുത്തെ ദരിദ്ര ജനവിഭാഗങ്ങൾക്ക്, BPL വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് അവരുടെ വരുമാന വർധനവിന് ഉതകുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടി മൊത്തം തുകയുടെ 9% തുക ലൈവ്ലിഹുഡ് കമ്പോണൻ്റായിട്ട് നീക്കിവെച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ആ പ്രദേശത്തെ കർഷകരുടെയും മറ്റു വിഭാഗത്തിൽപ്പെട്ടവരുടെയും വൈദഗ്ധ്യ വികസനത്തിന് വേണ്ടി, പരിശീലനത്തിന് വേണ്ടിയുള്ള തുക 5% തുകയും നീക്കിവെച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ കേവലം ഒരു എഞ്ചിനീയറിംഗ് സൊല്യൂഷൻ എന്നുള്ള നിലയിലല്ലാതെ ജനങ്ങളുടെ കാർഷിക മേഖല ഉൽപ്പാദന വർധനവും ദരിദ്ര ജനവിഭാഗങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കലും വൈദഗ്ധ്യ വികസനവും അടങ്ങുന്ന ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു പദ്ധതിയായിട്ടാണ് PMKSY വാട്ടർഷെഡ് നടപ്പിലാക്കുന്നത്. വളരെ സമഗ്രമായിട്ടുള്ള പദ്ധതിയാണ്. അപ്പോൾ തിരിച്ച് നമ്മുടെ ഡിസ്ട്രിക്ട് ഇറിഗേഷൻ പ്ലാനിലേക്ക് നമുക്കൊന്ന് മടങ്ങി വന്നാൽ, ഈ ഇറിഗേഷൻ പ്ലാൻ നമ്മൾ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് ഉണ്ടാക്കി പോകുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ നമുക്കിപ്പോൾ അറിയാം, നമ്മുടെ ഈ ത്രിതല പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൽ എല്ലാ പദ്ധതികളും നമ്മൾ അയൽക്കൂട്ടം മുതലാണ് തുടങ്ങുന്നത്. എല്ലാ പ്ലാനിങ്ങും അയൽക്കൂട്ടം. അപ്പോൾ ഇതിനും ഒരു അയൽക്കൂട്ടം തൊട്ടുള്ള ഒരു ആലോചന ഉണ്ടോ?
പഞ്ചായത്ത് തല പഞ്ചായത്ത് തലത്തിൽ തന്നെ ചർച്ച വരുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ബ്ലോക്ക് തല ചർച്ച വന്നു. ഇതെല്ലാം അവരുടെ ജനപ്രതിനിധികളുമായിട്ട് ചർച്ച വരുന്നുണ്ട്. അവിടുത്തെ MLA മാരൊക്കെ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഇത് ഫൈനലൈസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓരോ തലത്തിലും ചർച്ച കഴിഞ്ഞിട്ടാണ് ഡിസ്ട്രിക്റ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഡിസ്ട്രിക്ട് പ്ലാൻ ഉണ്ടാക്കിയതിന് ശേഷം നമ്മുടെ ആ ചർച്ചയിൽ ഇത് മുഴുവൻ വരും. പഞ്ചായത്തിലൂടെ എത്ര കുളങ്ങളുണ്ട്, അതിൽ എത്ര ഇപ്പോൾ റിനുവേറ്റ് ചെയ്യേണ്ട എത്രയുണ്ട്, മൂടിക്കിടക്കുന്ന എത്ര ജലസ്രോതസ്സുകളുണ്ട്, അതുപോലെ ആ കനാലുകൾ ഇപ്പോൾ പഴയ തുടങ്ങി വെച്ചിട്ട് വെള്ളം കിട്ടാത്ത എത്ര, പഴയ നമുക്കറിയാം പല കനാലുകളും തുടങ്ങി വെച്ചതല്ലാതെ ഒരു ഡ്രോപ്പ് വെള്ളം പോലും കിട്ടാത്ത പല പദ്ധതികളുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഇനി ഈ വരും വർഷങ്ങളിൽ പുനരുജ്ജീവിപ്പിക്കാൻ എന്തൊക്കെ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും, അങ്ങനെ അതെല്ലാം നമ്മൾ കണ്ടെത്തണം ഇതിൽ. അങ്ങനെ ഒരു വലിയൊരു ബൃഹത്തായ പദ്ധതിയാണ്. ഇപ്പോൾ 300 മുതൽ 2000 കോടി വരെയുള്ള പദ്ധതികളൊക്കെ ഓരോ ജില്ലകൾ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അതിൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ജില്ലാ കലക്ടർ അതിൽ പ്രയോറിറ്റി നമ്മളെ അറിയിക്കും. ഇവിടുത്തെ സ്റ്റേറ്റ് കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി അറിയിക്കും, ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റി ഈ പ്രോജക്റ്റ് എല്ലാം മോണിറ്റർ ചെയ്ത് പ്രയോറിറ്റൈസ് ചെയ്യണം. ഫസ്റ്റ് പ്രയോറിറ്റി അത് ഏതിനാണ് ആദ്യം കൊടുക്കേണ്ടത്. കാരണം നമ്മൾ ഓരോന്നിനും പ്രയോറിറ്റി വെച്ചിട്ട് ഡിസ്ട്രിക്ട് കലക്ടർ അതിനെ ഈ കമ്മിറ്റി കൂടിയിട്ട് ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റി ഉദ്യോഗസ്ഥരോ അവിടെ ജനപ്രതികൾ ഒരു ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റിയുണ്ട്. ഇറിഗേഷൻ്റെയും റൂട്ട് ഡെവലപ്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ ജനപ്രതികളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ട് ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റി ഇതൊന്ന് മോണിറ്റർ ചെയ്തിട്ട് ഇത് റെക്കമെൻഡേഷൻ മുഖേന സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റിക്ക് വിടും. സ്റ്റേറ്റ് ലെവൽ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കമ്മീഷൻ ചെയർമാനായിട്ടുള്ള ഒരു കമ്മിറ്റി സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കമ്മീഷണർ നമ്മൾ APC ചെയർമാനായിട്ട് ഒരു കമ്മിറ്റി ഉണ്ട്, സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റി. അദ്ദേഹം മറ്റുള്ള ഇറിഗേഷൻ മറ്റു ഉദ്യോഗസ്ഥരുമായി സ്റ്റേറ്റ് ലെവൽ ഉദ്യോഗസ്ഥരുമായിട്ട് ഇറിഗേഷനിലെയും റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ലെവൽ ഉദ്യോഗസ്ഥരുമായി സെക്രട്ടറിമാരായിട്ട് ചർച്ച ചെയ്ത് ഇത് വീണ്ടും ഒന്ന് സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് അതിലെന്തൊക്കെയാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, ടോപ്പ് പ്രയോറിറ്റി ഏതൊക്കെയാണ്, ഇന്റർ ഡിപ്പാർട്ട്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് കൂടിയിട്ട് IDWP കൂടിയിട്ട് ഇതിലേതൊക്കെ ഇതിന് പ്രാധാന്യം കൊടുക്കണം എന്നിട്ട് സ്ക്രീനിങ് നടത്തും. ആ സ്ക്രീനിങ് നടത്തിയതിന് ശേഷമാണ് നമ്മൾ സ്റ്റേറ്റ് ലെവൽ സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് വരിക. അതിൻ്റെ ചെയർമാൻ ചീഫ് സെക്രട്ടറിയാണ്. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ഏതൊക്കെ പദ്ധതിയാണ് ഈ വർഷത്തേക്ക് നമുക്ക് ആനുവൽ ആക്ഷൻ പ്ലാനിൽ ഓരോ ജില്ലക്കും 5 വർഷത്തെ ആനുവൽ ആക്ഷൻ പ്ലാൻ ഓരോ ജില്ലയും ഉണ്ടാക്കണം. ഈ ആനുവൽ ആക്ഷൻ പ്ലാൻ സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റിക്ക് സ്റ്റിയറിംഗ് കമ്മിറ്റി സ്ക്രൂട്ടനൈസ് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് ലെവൽ സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് വരും ചെയർമാനായിട്ടുള്ള സ്റ്റേറ്റ് ലെവൽ. അതിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഒരു പ്രതിനിധി കൂടി മെമ്പറാണ്. അപ്പോൾ അവരും കൂടെ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കോൾ കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. നമസ്കാരം. ഹലോ. പരിചയപ്പെടുത്തിയിട്ട് ചോദ്യത്തിലേക്ക് കടക്കാം. ആരാണ്, എവിടെ നിന്ന് വിളിക്കുന്നു? ഹലോ, എന്റെ പേര് അരുൺ തേജ്. ഞാൻ തിരുവനന്തപുരത്താണ് വിളിക്കുന്നത്. പറയൂ. ഞങ്ങൾക്ക് കുറച്ച് കൃഷിയുണ്ട്. കൃഷിയും 1 ഏക്കർ സ്ഥലമുണ്ട്. അപ്പം വെള്ളം കറക്റ്റായിട്ട് കൃഷിക്കുള്ള വെള്ളം കിട്ടുന്നില്ല. അപ്പം ഒരു ബോർവെൽ അടിക്കുന്നതിന് എന്തെങ്കിലും നിയമ തടസ്സമുണ്ടോ? ബോർവെൽ കുഴിക്കുന്നതിന് നിയമ തടസ്സമുണ്ടോ എന്നാണ് ചോദ്യം. ബോർവെൽ കുഴിക്കണം എന്നാണ് ആഗ്രഹം അല്ലേ? അതെ. ആവശ്യമായിട്ട് വെള്ളം കിട്ടുന്നില്ല. അപ്പൊ ഈ പദ്ധതിയിൽ, നമ്മുടെ പദ്ധതിയിൽ ബോർവെല്ലിന് സ്ഥാനമുണ്ടോ? ഈ പദ്ധതിയിൽ ബോർവെല്ലിനും സാധ്യതയുണ്ട്. കാരണം ബോർവെല്ലിൽ കുടിക്കാനുള്ള ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ സാധാരണ ബോർവെല്ലിൽ കുടിക്കുമ്പോൾ നമ്മൾ ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് സാക്ഷ്യം വായിക്കണം. അപ്പൊ ഈ പദ്ധതിയിൽ നമ്മൾ സർവേ നടത്തുമ്പോൾ തന്നെ ഓരോ സ്ഥലത്തെയും വാട്ടർ ലെവൽ എത്രയുണ്ട്, ആ വാട്ടർ ലെവലിന്റെ സാധ്യത കൂടി കണക്കിലെടുക്കുന്നുണ്ട് നമ്മുടെ ആദ്യത്തെ സർവേയിൽ തന്നെ. അപ്പോൾ ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതി വേണ്ടുന്ന സ്ഥലമുണ്ട്, വേണ്ടാത്ത സ്ഥലമുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് ഇപ്പോൾ ആ പ്രദേശം ഏതാണെന്ന് അറിഞ്ഞാൽ നമുക്കതിപ്പം ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതി കൂടി മാത്രമേ അതിന് സബ്സിഡി കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ സബ്സിഡിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഇതിന് ഒരു സബ്സിഡി കോമ്പണന്റ് ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ? അതെ. അതിലിപ്പോൾ 50%, പരമാവധി 50% വരെ ഇൻഡിവിജ്വലിനും കൊടുക്കാം, ഗ്രൂപ്പിന് കൊടുക്കാം. അതുപോലെ വർക്ക് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നതിന് 90% വരെ ഡിപ്പാർട്ട്മെന്റിന്റെ വർക്കായിട്ട് നമുക്ക് നടത്തുമെങ്കിൽ 90% വരെ സെൻട്രൽ ഗവൺമെന്റ് പാറ്റേൺ 60-40 ആണ്. 60% സെൻട്രൽ ഗവൺമെന്റും 40% സ്റ്റേറ്റ് ഗവൺമെന്റും ടോട്ടൽ തുകയുടെ. എന്നാലും മിക്കവാറും എല്ലാ കോമ്പണൻസിനും സബ്സിഡി ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ വളരെ വളരെ കർഷക ഫ്രണ്ട്ലി ആയിട്ടുള്ള കർഷകരോട് സൗഹൃദപരമായ ഈ അവസ്ഥയിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ വളരെ ദയനീയമാണ്. കാരണം വെള്ളത്തിന് വേണ്ടി ഇപ്പോൾ നെട്ടോട്ടം ഓടുന്നൊരവസ്ഥയാണ്. അപ്പോൾ നമ്മളുടെ കനാലുകളെല്ലാം തന്നെ വറ്റി വരണ്ടു. ഇറിഗേഷൻ പല കൃഷിയും ചെറിയൊരു തുക നമുക്ക് നൽകിക്കഴിഞ്ഞാൽ, നമുക്ക് ഇന്നലെ മിഞ്ഞാന്നൊക്കെ ദൂരദർശനിലൊക്കെ ഒരു പ്രോഗ്രാം TV പദ്ധതി കണ്ടത്. കാരണം ഒരു 2-3 ലക്ഷം രൂപ ചെലവഴിച്ച് കഴിഞ്ഞാൽ ആ കൃഷി രക്ഷിക്കാൻ സാധിക്കുന്ന ഒരു പദ്ധതിയായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള പദ്ധതികളൊക്കെ തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ ഈ പ്രോഗ്രാം PMKSY ഉൾക്കൊള്ളിച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും സാധിക്കും. അത് നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ച് ചർച്ചയിലേക്ക് മടങ്ങി വരാം.
2014 ഓഗസ്റ്റ് 19 ഉദ്ഘാടനം ചെയ്യപ്പെട്ട പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന 4 ഘടകങ്ങളായിട്ടാണ് പ്രധാനമായും വിഭാവനം ചെയ്തിരിക്കുന്നത്. രാജ്യത്ത് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വൻകിട ഇടത്തരം ജലസേചന പദ്ധതികളുടെയും പൂർത്തീകരണം ലക്ഷ്യമാക്കിയുള്ള ആക്സിലറേറ്റഡ് ഇറിഗേഷൻ ബെനഫിറ്റ് പ്രോഗ്രാം. എല്ലാ കൃഷിഭൂമികളിലേക്കും വെള്ളമെത്തിക്കുവാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ജലസ്രോതസ്സുകളുടെ നിർമ്മാണത്തിനും പുനരുദ്ധാരണത്തിനും മുൻതൂക്കം നൽകുന്ന ഹാത്ത് ഖേത് കോ പാനി പേര് സൂചിപ്പിക്കുന്നത് പോലെ എല്ലാ വയലിലേക്കും വെള്ളം എന്ന സ്വപ്നമാണ് ഈ പദ്ധതിക്ക് പിന്നിൽ. ഓരോ തുള്ളി ജലത്തിൽ നിന്നും കൂടുതൽ ഉൽപ്പാദനം സാധ്യമാക്കുകയും കൃഷിയിടങ്ങളിലെ വെള്ളത്തിന്റെ ഉപയോഗക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന പെർ ഡ്രോപ്പ് മോർ ഡ്രോപ്പ് പദ്ധതി. മഴവെള്ള സംഭരണ മാർഗങ്ങളിലൂടെ ജലലഭ്യത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വാട്ടർഷെഡ് പദ്ധതി. സമഗ്രമായ ജില്ലാ ഇറിഗേഷൻ പ്ലാൻ തയ്യാറാക്കി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയുടെ പ്രധാന ഉദ്ദേശലക്ഷ്യങ്ങൾ മണ്ണും ജലവും ജൈവസമ്പത്തും തമ്മിലുണ്ടാകേണ്ട സ്വാഭാവിക ജൈവബന്ധം പുനഃസ്ഥാപിക്കുക, പ്രകൃതി വിഭവങ്ങളുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുക, മഴവെള്ളം പരമാവധി സംഭരിച്ച് ഭൂഗർഭത്തിലേക്ക് റീചാർജ് ചെയ്യുക, പരിസ്ഥിതി പുനഃസ്ഥാപനം സാധ്യമാക്കുക, മണ്ണൊലിപ്പ് തടയുക തുടങ്ങിയവയാണ്. ഈ പദ്ധതിയിലൂടെ പ്രകൃതി വിഭവങ്ങളെ ആശ്രയിച്ച് കഴിയുന്ന ജനവിഭാഗങ്ങൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുവാൻ സാധിക്കും. കൂടാതെ പ്രാദേശിക വികസനവും സാധ്യമാണ്. വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട തരിശുഭൂമികൾ കൃഷിയോഗ്യമാക്കണമെങ്കിൽ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന മതിയായേ തീരും. നാശോന്മുഖമായിക്കൊണ്ടിരിക്കുന്ന ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവനത്തിലൂടെ കൃഷിഭൂമികൾ നല്ല വിളവ് നൽകട്ടെ. ചർച്ചയിലേക്ക് നമുക്ക് വീണ്ടും തിരിച്ചു വരാം. ബാലേന്ദ്ര സാറിനോടാണ് ചോദ്യം. നമ്മുടെ ഈ വാട്ടർഷെഡ് കോമ്പോണൻറ്റ് നിർത്തുണ്ടല്ലോ, ഈ നീർത്തടത്തിൻ്റെ ഒരു കോമ്പോണൻ്റ് ഉണ്ട്. ഇതിനുള്ളിൽ ഒരു ലൈവ്ലിഹുഡ് കോമ്പോണൻ്റ് ഉണ്ടല്ലോ, അതിനെപ്പറ്റി ഒന്ന് വിശദമാക്കാമോ? എന്തൊക്കെയാണ് അതിൽ? നമുക്ക് ലൈവ്ലിഹുഡ് എന്ന് പറഞ്ഞാൽ ജീവനോപാധികൾക്കായിട്ടുള്ള ഒരു കോമ്പോണൻ്റാണ്. അതിലെന്തൊക്കെയാണ് അതിൻ്റെ ഘടക പദ്ധതികൾ, അതിൽ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്? അത് ഗ്രാമീണ തലത്തിൽ ഗ്രാസ് റൂട്ട് ലെവൽ വരെ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്? ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൊത്തം പദ്ധതി തുകയുടെ 9% ജീവനോപാധി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നീക്കിവച്ചിരിക്കുന്നത്. ഇത് പൂർണ്ണമായും ദരിദ്ര കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്ന ഒരു പദ്ധതിയാണ്. ഇത് വ്യക്തിഗത ഗുണഭോക്താക്കൾക്കല്ല നമ്മൾ കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത് ഗ്രൂപ്പുകളായി, സ്വയം സഹായ സംഘങ്ങളും ജോയിൻറ്റ് ലയബിലിറ്റി ഗ്രൂപ്പുകളായി BPL കുടുംബങ്ങൾ ചേരുകയും അവർക്കാണ് സഹായം കൊടുക്കുന്നത്. പ്രധാനമായിട്ടും ഈ പദ്ധതിയിൽ കിട്ടുന്ന സഹായം എന്ന് പറയുന്നത് സീഡ് മണിയാണ്. ഒരു 5 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിന് പരമാവധി 25,000 രൂപ വരെ സീഡ് മണിയായി ലഭിക്കും. പ്രവർത്തന മൂലധനം പോലെ. അത് തിരിച്ചടയ്ക്കേണ്ടതാണ്. 18 മാസം കൊണ്ട് ഈ ഗ്രൂപ്പ് തിരിച്ചടയ്ക്കണം. പലിശരഹിതമായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കും ഈ ഒരു പ്രവർത്തന മൂലധനം പോലെ ഇത് ഉപയോഗിക്കാൻ കഴിയും. അത് വാങ്ങുന്ന ഗ്രൂപ്പ് തന്നെ പിന്നീട് കൂടുതൽ വലിയ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ 2 ലക്ഷം രൂപ വരെ സബ്സിഡി കിട്ടുന്ന ഒരു ഘടകം കൂടി ഇതിനകത്തുണ്ട്. അതായത് 4 ലക്ഷം രൂപയുടെ ഒരു പ്രവർത്തനം ഏറ്റെടുത്താൽ അതിൻ്റെ 50% പരമാവധി 2 ലക്ഷം രൂപ വരെ ഗ്രാൻഡിന് ഈടായി കിട്ടുന്ന ഒരു കമ്പോണന്റ് കൂടി ലൈവ്ലിഹുഡിനകത്തുണ്ട്. അപ്പോൾ കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങളാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. കാർഷിക മേഖലയിലെ വാല്യൂ അഡിഷൻ, മൂല്യവർദ്ധനം തുടങ്ങിയുള്ള പ്രവർത്തനങ്ങളിൽ പ്രോസസ്സിങ്ങുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അത് ഏറ്റെടുക്കുന്ന ഗ്രൂപ്പുകൾക്കാണ് പ്രധാനമായിട്ടും ഈ സഹായം കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ജീവനോപാധി കമ്പോണന്റ് വന്നതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് പൊതുവിൽ ഈ വാട്ടർഷെഡ് പ്രവർത്തനങ്ങൾ ഭൂമി സ്വന്തമായി ഉള്ളവർക്കാണ് കൂടുതൽ ഗുണം കിട്ടുക. എത്രത്തോളം കൂടുതൽ ഭൂമി ഉണ്ടോ അത്തരം ആളുകൾക്കാണ് ഇതിൻ്റെ പ്രയോജനങ്ങൾ. അപ്പോൾ പൊതുവെ ഒരു പരാതിയുള്ളത് ഈ ഭൂമി തീരെ കുറവായ ആളുകൾക്കും ഭൂമി ഇല്ലാത്ത ആളുകൾക്കും ഈ പദ്ധതിയുടെ പ്രയോജനം കിട്ടുന്നില്ല. അവർ പരാതി പരിഹരിക്കാൻ വേണ്ടി കൂടിയാണ് ഏറ്റവും പാവപ്പെട്ട വിഭാഗങ്ങൾക്ക് ജീവനോപാധി പ്രവർത്തനങ്ങൾക്ക് സഹായം കൊടുക്കുന്നത്.
അപ്പോൾ അത്തരം ഒരു കമ്പോണന്റ് കൂടി ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. നമുക്കിതിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞാൽ. നമ്മുടെ ഇപ്പോൾ ഗ്രൂപ്പുകൾ ഏറ്റെടുത്തിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ സാധാരണ കാർഷികാനുബന്ധ മേഖലയിലെ പ്രവർത്തനങ്ങൾ തന്നെയാണ്. ഇപ്പോൾ പാട്ടത്തിന് ഭൂമിയെടുത്ത് കൃഷി ചെയ്യുന്നവരുണ്ട്, പച്ചക്കറി കൃഷിയും ഒക്കെ ചെയ്യുന്നവരുണ്ട്. പിന്നെ ആട് വളർത്തൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുണ്ട്, കോഴിയെ വളർത്തുന്നവരുണ്ട്, മുട്ടക്കോഴി വളർത്തലുണ്ട്, പിന്നെ തേനീച്ച വളർത്തലുണ്ട്. അങ്ങനെ നമ്മുടെ സാധാരണ നാട്ടിൻപുറത്ത് ചെയ്യുന്ന എല്ലാ കാർഷികാനുബന്ധ പ്രവർത്തനങ്ങൾക്കും ഇത് സഹായം കൊടുക്കാൻ പറ്റും. നമ്മുടെ ഈ കുടുംബശ്രീ യൂണിറ്റുകളൊക്കെ ചെയ്യുന്ന പോലെ അച്ചാറുണ്ടാക്കുന്ന യൂണിറ്റുകൾ, മറ്റ് അതായത് വിൽപ്പനയ്ക്ക് ഉതകുന്ന സാധനങ്ങൾ ഉണ്ടാക്കുക, ആ കോമ്പോണൻസ് ഇതിൽ ചെയ്യാൻ പറ്റുമോ? അതോ എല്ലാം കാർഷിക മേഖലയിൽ മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് അച്ചാർ ഉൾപ്പെടെയുള്ള ഭക്ഷ്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട മേഖലകളൊക്കെ തന്നെ ചെയ്യാൻ കഴിയും. പ്രധാനമായിട്ടും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട അനുബന്ധ പ്രവർത്തനങ്ങൾക്കാണ് ഇതിനകത്ത് ഊന്നൽ കൊടുക്കുന്നത്. തിരിച്ച് നമുക്ക് നമ്മുടെ ഇറിഗേഷൻ്റെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ, സാർ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ ചെറിയ പ്ലോട്ടുകളിലേക്കുള്ള ഇറിഗേഷനിലാണ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ വരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഉള്ളൊരു വലിയ വിഷയം, മഴ പെയ്യുമ്പോൾ മണ്ണൊലിച്ചു പോകുന്നു, മഴയില്ലാത്തുമ്പോൾ വറ്റി വരണ്ടു പോകുന്നു. അപ്പോൾ ഇതിനിടയ്ക്കുള്ള സമയത്ത് വെള്ളം സംരക്ഷിച്ചാൽ മാത്രമേ നമുക്കിത് കൊണ്ടുപോകാൻ സാധിക്കൂ. മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ തുള്ളി വെള്ളവും അതിന് ഒരു ഫലവത്താകണം എന്നുള്ളതാണ്. എന്തൊക്കെ ടെക്നോളജികളാണ് ഇതിനുള്ളത്? അതൊന്ന് വിശദമാക്കാം. ഈ പദ്ധതിയിൽ ഇപ്പോൾ പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് എന്നാണ് സെക്കൻഡ് ഘടകമായിട്ടുള്ളത്. അപ്പോൾ ഓരോ ഡ്രോപ്പിലും പരമാവധി ഉൽപാദനം ലഭിക്കുക എന്നുള്ള ആണ് ഈ പദ്ധതിയിൽ പ്രധാനമായി വിഭാവനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ പദ്ധതിയിൽ പ്രകാരം ഡ്രിപ്പ് ഇറിഗേഷൻ അതുപോലെ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ ഇത് രണ്ടിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷനിലും അതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ മുൻകാലങ്ങളിൽ വിവിധ പദ്ധതികളിലും ഡ്രിപ്പിനും സ്പ്രിംഗ്ലർ ഇറിഗേഷനും ധാരാളം സബ്സിഡികൾ കൊടുത്തിരുന്നു. പക്ഷെ അതിൻ്റെയൊക്കെ പ്രയാസം എന്ന് പറഞ്ഞാൽ ഈ സബ്സിഡി പോർഷൻ വളരെ കുറവായിരുന്നു. അപ്പോൾ പലരും ഈ കമ്പോണന്റ് വാങ്ങിക്കാൻ തയ്യാറാണ്. ശരിക്കും 25% വരെ സബ്സിഡി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ പരമാവധി 50% ഉണ്ടെങ്കിൽ പോലും അതിന് കുറേ നോംസ് വളരെ പാലിക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം പലരും ആ സ്കീം ശരിക്കും അതിൻ്റെ ഒരു യഥാർത്ഥത്തിൽ അത് ഫലപ്രാപ്തിയിലെത്തിയോ എന്നുള്ളത് നമുക്ക് സംശയമുണ്ടായി. അപ്പോൾ അതിൽ ഈ പദ്ധതിയിൽ കൂടുതൽ ഡ്രിപ്പ് ഇറിഗേഷൻ ആവശ്യമുള്ളിടത്ത് ഡ്രിപ്പ് കൊടുക്കുക. കാരണം ഞാനിപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പല രാജ്യങ്ങളിലും സന്ദർശിച്ച വ്യക്തിയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇസ്രയേലൊക്കെ ഡ്രിപ്പ് ഇറിഗേഷൻ മാത്രമാണ് 99% കൃഷി. അവിടെ ഏറ്റവും കൂടുതൽ നമ്മളെ വാട്ടർ മെലൺ അടക്കം, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന തണ്ണിമത്തനടക്കം ഡ്രിപ്പ് ഇറിഗേഷൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഗ്രേപ്പ് ഡ്രിപ്പ് ഇറിഗേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ഡ്രിപ്പില്ലാത്ത ഒരു കൃഷി നമുക്ക് ഇസ്രയേലിൽ കാണാൻ പറ്റില്ല. നമ്മുടെ ക്ലൈമറ്റ് നമ്മുടെ എൻ്റയർലി വ്യത്യാസമായിരിക്കാം, പക്ഷേ എങ്കിലും ഇപ്പോൾ മാറി വരുന്ന പരിസ്ഥിതിയിൽ ഡ്രിപ്പ് ഇറിഗേഷന് വളരെയധികം പ്രാധാന്യം. ഡ്രിപ്പും മൾച്ചിങ്ങും കൂടെ ചേർത്താണ് ചെയ്യുന്നത്. ഡ്രിപ്പും മൾച്ച് രണ്ടുമുണ്ട്, കോമ്പിനേഷനിലാണ്. അപ്പോൾ ഡ്രിപ്പ് കൊടുക്കേണ്ടടുത്ത് വേണം, കാരണം അവിടെയുള്ള വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ വളരെ കുറവാണ്. അപ്പോൾ ആ കിട്ടുന്ന വെള്ളം ആ റൂട്ട് സോണിലേക്ക് തന്നെ, ആ പ്ലാന്റിൻ്റെ റൂട്ട് സോണിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഡ്രിപ്പ് ചെയ്യുന്നത്. അതല്ലാതെ ഇപ്പോൾ ഒരു തെങ്ങിനെ സംബന്ധിച്ചാൽ തെങ്ങിൻ്റെ തടത്തിന് ചുറ്റും കൊടുക്കുന്നില്ല, ഉപരിയായിട്ട് ഒരു 2-3 പോയിന്റുകളിൽ കുഴിയുണ്ടാക്കി അവിടെ ഡ്രിപ്പിലെ കൂടി ആ വേരിലേക്ക് എത്തിച്ച് ആണ് നമ്മൾ ഡ്രിപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ സ്പ്രിംഗ്ലർ ഇറിഗേഷനും നമ്മളൊരു എസ്റ്റേറ്റ് ഇപ്പോൾ കോഫി പ്ലാന്റേഷനിലൊക്കെ ആ ഫ്ലവറിംഗ് സമയത്ത് സ്പ്രിംഗ്ലർ കൊടുത്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഫ്രൂട്ട് സെറ്റിംഗ് നടക്കില്ല. അപ്പം അങ്ങനെ അവിടെ പണ്ട് കാലങ്ങളിൽ ചെയ്തിരിക്കുന്നത് മുഴുവൻ നമ്മൾ ചാലെടുത്തിട്ടുള്ള വെള്ളമാണ്. പ്രത്യേകിച്ച് ഇറിഗേഷൻ പദ്ധതിയാണ് നടത്തിയിരുന്നത്. പ്രത്യേകിച്ച് പാലക്കാട് നമുക്ക് കാണാൻ സാധിക്കുന്നത് മുതലമട പഞ്ചായത്തിലൊക്കെ മുഴുവനും ഒരു ലിറ്റർ വേണ്ട സ്ഥലത്ത് 100 ലിറ്ററാണ് നമ്മൾ ഒഴുക്കിക്കളയുന്നത്. ഈ പറമ്പ് മുഴുവൻ നനയ്ക്കുകയാണ്. ശരിക്കും ആ തെങ്ങിന് മാത്രമേ നനക്കേണ്ട കാര്യമുള്ളൂ. അതിനുവേണ്ടി പറമ്പ് മുഴുവൻ നനക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഒരു 2 വർഷം മുമ്പ് വരെ ഉണ്ടായത്. അപ്പോൾ ആ സിസ്റ്റം മുഴുവൻ മാറിയിട്ടില്ലെങ്കിൽ, കാരണം നമ്മൾ കൊടുക്കുന്ന ഇറിഗേഷൻ ഇപ്പോൾ ചുള്ളിയാർ ഡാമെന്നും മീങ്കർ ഡാമെന്നും കൊടുക്കുന്ന നമ്മൾ ആ ഓരോ ലിറ്ററിന് വെള്ളത്തിന് വിലയുള്ളതാണ്. അപ്പോൾ അത് മാറ്റി നമ്മൾ ഡ്രിപ്പിലേക്കും സ്പ്രിംഗ്ലറിലേക്കും കടന്നേ പറ്റുള്ളൂ ഈ വരും കാലങ്ങളിലെങ്കിലും. കാരണം ഞാൻ നേരത്തെ വിദേശ രാജ്യത്ത് പറഞ്ഞത് അവരുടെ കൃഷി മാക്സിമം അവർ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കുന്നത് ഇറിഗേഷനും ഫെർട്ടിഗേഷനും പദ്ധതി നടപ്പിലാക്കിയിട്ടാണ്. ഇറിഗേഷനിൽ കൂടി ആ വെള്ളത്തിൽ കൂടി തന്നെ വളം കൊടുക്കുകയാണ്. അപ്പോൾ രണ്ടും ഒരുമിച്ച് കിട്ടുകയാണ്. നമ്മൾ വളവും ഇവിടെ ചെയ്യുന്നത് വിതറുകയാണ്. വിതറുമ്പോൾ 4-1 ക്രോപ്പിന് കിട്ടുന്നുള്ളൂ. ഇത് ഫെർട്ടിഗേഷൻ പദ്ധതി പ്രകാരം ജലസേചനവും വളവും രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യുന്നു. അത് ലാഭമുണ്ട്. നമുക്കൊരു കോൾ ഉണ്ട്, ആ കോൾ കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വരാം. നമസ്കാരം. ഹലോ സാർ, ഞാൻ അനിലാണ്, മലപ്പുറം ജില്ലയിൽ നിന്നാണ്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? മലപ്പുറം. ചോദ്യം ചോദിച്ചോളൂ.
സാർ ഞാൻ എന്റെ എന്റെ വീടൊരു ഉയർന്ന പ്രദേശത്താണ്. അപ്പോ ഈ മഴവെള്ളം എന്നാണ് നമ്മൾ ഏക ആശ്രയം. അപ്പൊ അതിനുവേണ്ടി ഒരു മഴവെള്ള സംഭരണി വീട്ടില് ഞാൻ തന്നെ കുഴിച്ചിട്ടുണ്ട്. 8 അടി വീതി, ഒരു 12 അടി നീളം, 8 അടി വീതി, 22 അടി നീളം, 12 അടി ആഴം. എന്റെ വീട്ടിലെ മഴവെള്ളം മുഴുവൻ ഓടുമലത്തെ വെള്ളം എല്ലാം അതിൽ ശേഖരിക്കാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ട് കാരണം. അപ്പൊ അതിന് വല്ല ഈ ആനുകൂല്യങ്ങളും കിട്ടുമെന്ന് ചോദിക്കാൻ വേണ്ടിയാണ് സാറിന് വിളിച്ചത്. തീർച്ചയായിട്ടും മഴവെള്ള സംഭരണിക്കും ഈ പദ്ധതിയിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെട്ട് അപേക്ഷ നൽകുക. ഈ പദ്ധതി ഇപ്പോൾ 3 വകുപ്പുകളിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇപ്പം കൃഷി വകുപ്പിൻ്റെ തന്നെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതിയിൽ ഈ വർഷത്തെ ഫണ്ട് കൊടുത്തിട്ടുണ്ട്. ഈ വർഷത്തെ അവർ ഉൾക്കൊള്ളിക്കാൻ പറ്റിയെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഫണ്ട് 2015-14 കിട്ടിയ ഫണ്ട് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെയുള്ള SHM പദ്ധതി അതിൻ്റെ കോർഡിനേറ്ററെ സമീപിച്ചിട്ട് ഈ വർഷത്തെ ഫണ്ട് അവിടെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ ഉൾക്കൊള്ളിച്ച് നൽകാൻ സാധിക്കും. SHMൽ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന് തീർച്ചയായിട്ടും അവർ കഴിഞ്ഞ വർഷങ്ങളൊക്കെ ടാങ്ക് നിർമ്മിക്കാനും മറ്റേ 1 ലക്ഷം രൂപ വരെ ധനസഹായം കൊടുത്തിരുന്നു. അതിലുപരിയായിട്ട് ഈ പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വാട്ടർ ഹാർവസ്റ്റിംഗ് കൂടി നിങ്ങൾക്ക് നൽകാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ നമ്മൾ കൃഷിഭവനായിട്ട് ബന്ധപ്പെടാണ്ട് കൃഷിഭവനിൽ അപേക്ഷ കൊടുക്കുക. അപ്പോൾ അവിടെ അവർ അതിന് SHMന്റെ ഉദ്യോഗസ്ഥരെ അറിയിക്കും. ചോദ്യത്തിന് ഉത്തരം കിട്ടി എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് ഇതിലേക്ക് ഈ ഇറിഗേഷനിലേക്ക് പാർട്ടിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അതിന് മുമ്പായിട്ട് പിന്നെ ബാലേന്ദ്ര സാറിനോട് ചോദ്യം ചോദിച്ചോട്ടെ. നമുക്ക് ഇതിനകത്ത് ഒരു തൊഴിലുറപ്പിൻ്റെ കോമ്പണൻ്റ് ഉണ്ട്. പിന്നെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ ഒരു വളരെ ആക്റ്റീവായിട്ടുള്ള റോൾ നമ്മുടെ ഈ പദ്ധതിക്ക് PMKSYക്കകത്തുണ്ട്. അതിനെപ്പറ്റി ഒന്ന് പറയാമോ? എന്തൊക്കെ തരത്തിലുള്ള വർക്കുകളാണ് നമുക്ക് പിന്നെ NREGSുമായി ചേർന്ന് ചെയ്യാൻ സാധിക്കുക? അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു പ്രസക്തി ഒന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ആവശ്യമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു സംസ്ഥാനം. നമ്മൾ 3000 മില്ലിമീറ്റർ മഴ ലഭിക്കുന്നുണ്ട്. പക്ഷേ പ്രതിശീർഷ ജലലഭ്യത പരിശോധിക്കുമ്പോൾ നമ്മൾ രാജസ്ഥാനേക്കാളും താഴെയാണ്. രാജസ്ഥാനിൽ ഒരു ദിവസം 16,000 ലിറ്റർ വെള്ളം ഒരാൾക്ക് കിട്ടുമ്പോൾ കേരളത്തിൽ അത് 12,500 മാത്രമാണ്. രാജസ്ഥാനിലെ മഴ എന്ന് പറയുന്നത് 500 മാത്രമേ നമ്മുടെ ഒരു പിന്നെ 6 മഴ മാത്രമേ കിട്ടുന്നുള്ളൂ. ഇതെന്തുകൊണ്ട് വരുന്നുവെന്ന് നമ്മൾ ആലോചിക്കണം. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കാരണം കേരളത്തിന്റെ ഒരു ടോപ്പോഗ്രാഫി, ഭൂമിയുടെ ചരിവാണ്. നമ്മുടെ പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് അറബിക്കടലിലേക്കുള്ള ദൂരം വളരെ കുറവാണ്. ശരാശരി 60 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കുത്തനെ കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് പെയ്യുന്ന മഴയൊക്കെ തന്നെ അവിടുത്തെ ആ പ്രദേശത്തെ മണ്ണിനെ കൂടി, ഫലഭൂയിഷ്ടമായ മണ്ണിനെയും കൂടി വഹിച്ചുകൊണ്ട് താഴേക്ക് ഒഴുകിപ്പോകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയെ നമ്മൾ എങ്ങനെ മറികടക്കുമെന്നുള്ളതാണ്. അവിടെയാണ് ഈ നമ്മുടെ കേരളത്തിലെ വാട്ടർഷെഡ് ആക്ടിവിറ്റീസിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്. അതിൽ ഈ പറഞ്ഞ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അടക്കമുള്ള പദ്ധതികൾക്ക് വളരെയേറെ പ്രസക്തിയുണ്ട്. അപ്പോൾ അതിലേറ്റവും പ്രധാനമായിട്ട് ഈ ചരിവ് കൂടിയ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം കേരളത്തിലെ ഈ ജലലഭ്യതയുടെ കുറവ് ഏറ്റവും പ്രധാനമായി സംഭവിച്ചിരിക്കുന്നത് പശ്ചിമഘട്ട മലനിരകളിലെ വനനശീകരണം കൊണ്ടാണ്. അപ്പോൾ ആ വനനശീകരണത്തിൻ്റെ കുറവ് കൊണ്ടാണ് ഇത്രയേറെ വെള്ളം ഒലിച്ചു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ധാരാളമായി വനവൽക്കരണ പ്രവർത്തനങ്ങൾ NRGSൽ ചരിവ് കൂടിയ പ്രദേശങ്ങളിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവിടെ ഈ ടെറസിങ്, തട്ടുതിരിക്കൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി ചരിവ് കുറഞ്ഞ പ്രദേശങ്ങളിൽ മഴക്കുഴികൾ നിർമ്മിക്കുക. മഴക്കുഴികൾ ഒറ്റയായിട്ടും കുഴിക്കാം. സ്റ്റാഗേർഡ് ട്രെഞ്ചസ് എന്ന് പറഞ്ഞാൽ ഇടവിട്ടിടവിട്ട് മഴക്കുഴികൾ കുഴിക്കാം. ആ മഴക്കുഴികൾ കുഴിച്ചുകൊണ്ട് പരമാവധി ജലം ഭൂമിയിലേക്ക് കിനിഞ്ഞിറങ്ങുന്ന, വെള്ളം ഒഴുകിപ്പോകുന്നതിന് തടയുകയും ഭൂമിയിലേക്ക് കിനിഞ്ഞിറങ്ങുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം ഇത് ഏറ്റെടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ പരമ്പരാഗത ജലസ്രോതസ്സുകളുണ്ട്, പ്രത്യേകിച്ചും കുളങ്ങൾ. കേരളത്തിൽ ഏതാണ്ട് 50,000-ലേറെ കുളങ്ങൾ, സ്വകാര്യ കുളങ്ങളും അമ്പലക്കുളങ്ങളും ഒക്കെ ആയിട്ട് ഉണ്ട്. ഈ കുളങ്ങൾ പലതും ഇപ്പോൾ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ നിക്ഷേപിച്ച് നമ്മൾ ഉപയോഗശൂന്യമാക്കി മാറ്റി. അതെ, ഈ കുളങ്ങളെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനും കൂടുതൽ വെള്ളം സംഭരിച്ചു വെക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കാനും NRGSൽ സാധ്യതകൾ പ്രധാനപ്പെടുത്താം. നമ്മുടെ PMKSY വാട്ടർഷെഡ് കമ്പോണന്റ് കൂടി സംയോജിപ്പിച്ചുകൊണ്ട് നമുക്ക് ആ കുളങ്ങൾ പുനരുദ്ധരിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം, ഈ ചെറിയ ചെറിയ നീർച്ചാലുകളെ അടയ്ക്കുക എന്നുള്ളതാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, മഴ പെയ്യുമ്പോൾ ചെറിയ നീർച്ചാലുകൾ ഫോം ചെയ്യും. ഈ നീർച്ചാലുകളിലൂടെ ഒഴുകിപ്പോകുന്ന വെള്ളത്തിനെ അവിടെ കല്ലുകൾ പറക്കി വെച്ച് ചെറിയ ഗള്ളി പ്ലഗിംഗ് എന്ന് പറയും. ഗള്ളി പ്ലഗിംഗ് കുറച്ചുകൂടി വലിയ നീർച്ചാലാണെങ്കിൽ ഗാബ്യൂൾ സ്ട്രക്ചേഴ്സ് പണിഞ്ഞ്, അല്ലെങ്കിൽ തടയണകൾ, പലതരം തടയണകൾ പണിഞ്ഞുകൊണ്ട് ഈ നീർച്ചാലുകളിലെ വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ വേഗത കുറയ്ക്കാൻ പറ്റും.
ആ പ്രവർത്തനവും തീർച്ചയായിട്ടും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റെടുക്കാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഭൂമിയിൽ പെയ്തു വീഴുന്ന മഴവെള്ളത്തിനെ അവിടെ തന്നെ അതിൻ്റെ വേഗത കുറച്ച് സംരക്ഷിക്കുന്ന നിരവധി നീർത്തടാധിഷ്ഠിത പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കേരളത്തിൽ വളരെ പ്രസക്തമായ ഒരു പ്രവർത്തനമാണ് നമ്മുടെ പുരപ്പുറത്ത് വീഴുന്ന വെള്ളം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യമാണ്. കേരളത്തിൽ ധാരാളം കെട്ടിടങ്ങളുണ്ട്. മിക്കവാറുമുള്ള കെട്ടിടങ്ങളെല്ലാം തന്നെ പക്ക ബിൽഡിങ്ങാണ്, കോൺക്രീറ്റ് റൂഫിങ്ങോ അല്ലെങ്കിൽ ഓടോ ആണ് റൂഫിങ്. ഈ വീഴുന്ന വെള്ളം മുഴുവൻ നമ്മൾ കനാലുകളിലൂടെ ഓടകളിലൂടെ ഒഴുകി സമുദ്രത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ പുരപ്പുറത്ത് വീഴുന്ന വെള്ളം പരമാവധി കിണറുകളിലേക്ക്, നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കിണർ ഡെൻസിറ്റിയുള്ള സ്ഥലമാണ് ലോകത്തിലെ. 45 ലക്ഷം കിണറുകളുണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ കിണറുകളിൽ വേനൽക്കാലമാകുമ്പോൾ വെള്ളം വറ്റുന്നു. നമ്മുടെ പുരപ്പുറത്ത് വീഴുന്ന മഴക്കാലത്ത് വീഴുന്ന വെള്ളം എന്ന് പറയുന്നത് ഒരു 1000 സ്ക്വയർ ഫീറ്റുള്ള ഒരു പുരപ്പുറത്ത് 3 ലക്ഷം ലിറ്റർ വെള്ളം വീഴുമെന്നാണ് പറയുന്നത് ഒരു മഴക്കാലത്ത്. അപ്പോൾ അത്രയും വെള്ളം, ആ വെള്ളം നമ്മുടെ കിണറുകളിലേക്ക്, കിണറിൻ്റെ അടുത്തൊരു സമീപത്തൊരു കുഴി കുഴിച്ചിട്ട് നേരിട്ട് കിണറിലേക്ക് റീചാർജ് ചെയ്യുന്നുണ്ട്, അരിച്ച് റീചാർജ് ചെയ്യുന്ന സമ്പ്രദായമുണ്ട്. അതിനേക്കാളും കുറച്ചുകൂടി ശാസ്ത്രീയമെന്ന് പറയുന്നത് കിണറുകളുടെ സമീപത്ത് ഒരു കുഴി കുഴിച്ചിട്ട് ആ കുഴിയിലേക്ക് ഇറക്കുകയും അത് ഗ്രൗണ്ട് വാട്ടർ റീചാർജിങ്ങായി മാറുകയും ചെയ്യുന്ന പ്രവർത്തനം. അത് തീർച്ചയായിട്ടും ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് തന്നെ വളരെ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റെടുത്ത് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ മഴവെള്ളം പരമാവധി ഭൂമിക്കടിയിലേക്ക് കിനിഞ്ഞിറങ്ങാനും നമ്മുടെ ജലസ്രോതസ്സുകളെ പരിപോഷിപ്പിക്കാനും സഹായകരമാകുന്ന നിരവധി പ്രവർത്തനങ്ങൾ, ഒട്ടുമിക്ക പ്രവർത്തനങ്ങളും നമുക്ക് ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റെടുക്കാൻ പറ്റും. അപ്പോൾ അത് സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ് വെച്ചിരിക്കുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾ ഒരിക്കലും ഒറ്റ പ്രവർത്തനങ്ങളായിട്ട് എടുക്കരുത്. നമ്മൾ അവിടെ എവിടെയെങ്കിലുമൊക്കെ ചില കുളങ്ങൾ കുഴിക്കുക, കുളങ്ങൾ നന്നാക്കുക എന്നുള്ള പ്രവർത്തനങ്ങളായി പോകാതെ ഒരു നീർത്തട മാസ്റ്റർ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ, ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള സമഗ്രമായ ഒരു നീർത്തട മാസ്റ്റർ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതെങ്കിൽ തീർച്ചയായും NRGSൽ അത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ യാതൊരു തടസ്സവുമില്ല. അതല്ലെങ്കിൽ പിന്നെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരുടെ പുരയിടത്തിൽ BPL, ചെറുകിട നാമമാത്ര കർഷകർ, ഇങ്ങനെ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഈ സമഗ്ര നീർത്തട പ്ലാനിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ നമുക്കൊരു റിജിറ്റ് വാല്യൂ അപ്രോച്ച്, അല്ലെങ്കിൽ മുകൾ തട്ടിൽ നിന്ന് താഴേക്ക് എന്നുള്ള അപ്രോച്ച്, ഒരു നീർത്തടത്തിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് താഴേക്ക് എന്നുള്ള ഒരു സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായി ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ പറ്റും. അതിന് യാതൊരു തടസ്സവുമില്ല. അത് തീർച്ചയായിട്ടും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് വലിയ സാധ്യതകളാണ് അതിനകത്ത് ഉള്ളത്. നമുക്ക് ഏറ്റവും വളരെ നല്ല ഒരുപാട് ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഈ ചർച്ച നമുക്ക് നീട്ടിക്കൊണ്ട് പോകാം. പക്ഷേ നമുക്കൊരു സമയപരിധിയുണ്ട്, ഏതാണ്ട് സമയപരിധിയിൽ എത്തിയിരിക്കുകയാണ്. നമുക്കിത് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. ഇന്ന് നമ്മളിവിടെ സംസാരിച്ചത് ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചതിൽ ഏറ്റവും ശക്തിയുള്ള, ഏറ്റവും പാരിസ്ഥിതികമായിട്ട് ഇടപെടലിന് ശേഷിയുള്ള ഒരു പദ്ധതിയാണ് PMKSY, പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന, പ്രധാനമന്ത്രിയുടെ ജലസേചന പരിപാടി എന്നുള്ളതാണ്. എല്ലാ നിലങ്ങളിലേക്കും വെള്ളമെത്തിക്കുക, നീർത്തട അധിഷ്ഠിതമായ ഒരു സമഗ്രമായ കുടിവെള്ള പദ്ധതി അടക്കം ഓരോ തുള്ളി വെള്ളത്തിൽ നിന്നും പരമാവധി ക്രോപ്പ് പ്രൊഡക്ഷൻ ഉണ്ടാക്കുക. ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് സദയം സംസാരിച്ചു. വളരെയധികം കാര്യങ്ങൾ നമ്മോട് പങ്കുവച്ചത് ഈ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 2 നോഡൽ ഓഫീസർമാരാണ്. ഒന്ന് കേരളത്തിലെ അഗ്രികൾച്ചർ ഡയറക്ടർ PPM ആയ ശ്രീ അശോക് കുമാർ തെക്കൻ സാറ്, അതുപോലെ തന്നെ ഗ്രാമവികസന വകുപ്പിൽ നീർത്തട പദ്ധതി ഇവിടെ നോഡൽ ഓഫീസറായി ജോലി ചെയ്യുന്ന ശ്രീ P. ബാലചന്ദ്രൻ സാർ. രണ്ടുപേർക്കും നന്ദി അറിയിക്കുന്നു. രണ്ടുപേരെയും ബന്ധപ്പെടേണ്ട വിലാസം, ആദ്യമായി അശോക് കുമാർ സാറിൻ്റെ വിലാസം ഇനി കാണിക്കുന്നു. ശ്രീ അശോക് കുമാർ തെക്കൻ, ഡയറക്ടർ PPM സെൽ, സെക്രട്ടേറിയറ്റ്, തിരുവനന്തപുരം. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ 94 47 12 75 56. ശ്രീ ബാലചന്ദ്രൻ സാറിൻ്റെ വിലാസം ഇനി പറയുന്നു. ബാലചന്ദ്രൻ നായർ P, ഡെപ്യൂട്ടി ഡെവലപ്മെൻറ്റ് കമ്മീഷണർ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, സ്റ്റേറ്റ് നോഡൽ ഏജൻസി, കമ്മീഷണറേറ്റ് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്, തിരുവനന്തപുരം. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ 94 46 90 14 81. 2 അതിഥികൾക്കും കൃഷിദർശൻ്റെ നന്ദി അറിയിക്കുന്നു. പ്രേക്ഷകർക്കും നന്ദി.
यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्घाटन किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू पोर्ट। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാർഡ്സിന്റെ നേതൃത്വത്തിൽ കർഷക ഓപ്പൺ മാർക്കറ്റ്. വരൾച്ച ദുരിതാശ്വാസത്തിന് സംസ്ഥാന ഭൂഗർഭ ജലവിഭവ വകുപ്പിന്റെ പദ്ധതികൾ. വിവിധ കാർഷിക യന്ത്രങ്ങൾ വാടകയ്ക്ക്. വിശദമായ വാർത്തകളിലേക്ക്. തൊടുപുഴ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കേരള അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് സൊസൈറ്റി കാർഡ്സിന്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ പാലാരിവട്ടത്ത് കർഷക ഓപ്പൺ മാർക്കറ്റ് ആരംഭിച്ചു. പച്ചക്കറികൾ, പഴങ്ങൾ, പാൽ, ഇറച്ചി, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്ന് ലഭിക്കും. കൂടാതെ കാർഷിക വിഭവങ്ങളെ സംസ്കരിച്ച ഉൽപ്പന്നങ്ങൾ, തേൻ, വിവിധ തരം പച്ചക്കറി വിത്തുകൾ, ജൈവവളങ്ങൾ, ജൈവ കീടനാശിനികൾ, കാർഷിക ഉപകരണങ്ങൾ എന്നിവയും ആവശ്യക്കാർക്ക് വാങ്ങാവുന്നതാണ്. കർഷക മാർക്കറ്റിന്റെ ഗുണഭോക്താവാകാൻ താൽപര്യമുള്ളവർ 9844131168 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാല പ്രസിദ്ധീകരിക്കുന്ന നെൽകൃഷിയുടെ വിശദവിവരങ്ങൾ പ്രതിപാദിക്കുന്ന നെൽകൃഷി കലണ്ടർ, പച്ചക്കറി കൃഷി കലണ്ടർ എന്നിവയും ജീവാണുവളങ്ങളും കീടനാശിനികളും തുടങ്ങിയ കൃഷി സംബന്ധമായ 47 പരം പുസ്തകങ്ങളും ആവശ്യക്കാർക്ക് തപാൽ വഴി ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന വിലാസത്തിൽ ബന്ധപ്പെടുക. ഡയറക്ടർ ഓഫ് എക്സ്റ്റൻഷൻ, കമ്മ്യൂണിക്കേഷൻ സെന്റർ, കേരള കാർഷിക സർവകലാശാല, മണ്ണൂത്തി PO, പിൻകോഡ് 680651. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 048723700773. സംസ്ഥാനത്തെ വരൾച്ചക്കെടുതികൾ മുന്നിൽ കണ്ടുകൊണ്ട് കുടിവെള്ള ലഭ്യതയ്ക്കും ജലസേചനത്തിനുമായി സംസ്ഥാന ഭൂഗർഭ ജലവിഭവ വകുപ്പ് നിർമ്മിച്ച കിണറുകളുടെ അറ്റകുറ്റപ്പണികൾക്കും കൈപ്പമ്പ് സ്ഥാപിച്ച കിണറുകളിലെ അറ്റകുറ്റപ്പണികൾക്കും വേണ്ടി 12.4 കോടി രൂപ അനുവദിച്ചിരിക്കുന്നു. അറ്റകുറ്റപ്പണികൾ ആവശ്യമുള്ളവർ 047124344098 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ രൂപം കൊള്ളുന്ന മികച്ച മൃഗസംരക്ഷണ പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും സാമ്പത്തികമായി സഹായിക്കുന്നതിനുമുള്ള മൃഗസംരക്ഷണ വകുപ്പിന്റെ പദ്ധതിയാണ് മൃഗസംരക്ഷണ മാതൃക പഞ്ചായത്ത്. പദ്ധതി ധനസഹായമായി മൃഗസംരക്ഷണ വകുപ്പ് 5 ലക്ഷം രൂപ നൽകുന്നു. ഇത്തരത്തിൽ ഈ സാമ്പത്തിക വർഷം സംസ്ഥാനത്ത് 12 മാതൃകാ പഞ്ചായത്തുകൾ സ്ഥാപിക്കാനാണ് വകുപ്പ് ലക്ഷ്യമിടുന്നത്. മൃഗസംരക്ഷണ വകുപ്പിന്റെ ഇടുക്കി ജില്ലാ കോഴി വളർത്തൽ കേന്ദ്രത്തിൽ നിന്നും ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട അത്യുൽപാദന ശേഷിയും രോഗപ്രതിരോധ ശേഷിയുമുള്ള കോഴിക്കുഞ്ഞുങ്ങളെ കർഷകർക്ക് വിതരണം ചെയ്യുന്നു. ഒരു ദിവസം പ്രായമായ പൂവൻ കുഞ്ഞിന് 8 രൂപയും ടാക്സും, പിടക്കുഞ്ഞിന് 20 രൂപയും ടാക്സും പ്രകാരം എല്ലാ ബുധനാഴ്ചകളും വെള്ളിയാഴ്ചകളും വിൽപ്പനയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0486222138. വെറ്റിനറി സർവകലാശാലയുടെ കീഴിലുള്ള പശു, എരുമ, ആട്, പന്നി, കോഴി എന്നീ ഫാമുകളിൽ നിന്നും ജൈവ കൃഷിക്ക് ആവശ്യമായ ചാണകം ഉണക്കിപ്പൊടിച്ച രീതിയിൽ ലഭ്യമാണ്. കൂടാതെ ആവശ്യക്കാർക്ക് ഗോമൂത്രവും ലഭ്യമാണ്. മണ്ണുത്തി വെറ്റിനറി കോളേജിലെ ഇക്കോ ഫാമിൽ നിന്നും പഞ്ചഗവ്യം, വെർമി കമ്പോസ്റ്റ്, ഗോമൂത്രം, എയറോബിക് കമ്പോസ്റ്റ്, ഉണക്കിയ ചാണകം, ആട്, കോഴി എന്നിവയുടെ കാഷ്ടം ഉണക്കിയത്, അസോള, ഫിഷ് അമിനോ ആസിഡ് എന്നിവ വിപണനം നടത്തുന്നു. കൂടാതെ ബയോ വെർമി കമ്പോസ്റ്റ്, എൻറിച്ച്ഡ് ബയോവെർമി കമ്പോസ്റ്റ് എന്നിവയും ലഭ്യമാണ്. സസ്യരോഗ വളർച്ചയ്ക്കും സസ്യരോഗ നിയന്ത്രണത്തിനും സഹായകമായ PGPR വെള്ളയാണി കാർഷിക കോളേജിലെ മൈക്രോബയോളജി വിഭാഗത്തിൽ നിന്ന് വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 8289945595.
സംസ്ഥാന കൃഷി വകുപ്പിന്റെ കീഴിൽ പാലക്കാട് ജില്ലയിലെ മലമ്പുഴ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ നിന്നും നെൽകൃഷിക്കും കരകൃഷിക്കും ആവശ്യമായ വിവിധ തരം ഒഴിവ് യന്ത്രങ്ങൾ മിതമായ നിരക്കിൽ വാടകയ്ക്ക് ലഭിക്കും. കൂടാതെ കാട് വെട്ടുന്നതിനും വൈക്കോൽ കെട്ടുകളാക്കുന്നതിനും ആവശ്യമായ കാർഷിക യന്ത്രങ്ങളും ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 04912816 ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി കിൻഡലിന് 12,900 രൂപ, കോഴിക്കോട് 13,200, തൃശൂർ 13,300 രൂപ. കൊപ്ര കൊച്ചി 8,665, കോഴിക്കോട് 8,700, തൃശൂർ 8,930. കുരുമുളക് അൺഗാർബിൾഡ് 64,600 രൂപ, കുരുമുളക് ഗാർബിൾഡ് 67,600 രൂപ. ചുക്ക് മീഡിയം 13,500, ചുക്ക് ബെസ്റ്റ് 14,500. മഞ്ഞൾ സേലം 9,600, മഞ്ഞൾ ഈറോഡിൽ 9,800 രൂപ. അടയ്ക്ക പഴയത് 19,000 രൂപ മുതൽ 20,000 രൂപ വരെ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 14,700 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 15,300 രൂപ. കോട്ടയം റബ്ബർ RSS 4ാം ഗ്രേഡ് 14,700 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 12,900 രൂപ, കൊപ്ര 8,665 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ല 2,200 രൂപ, പിണ്ണാക്ക് റോട്ടറി 2,700 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 64,600 രൂപ, കുരുമുളക് ഗാർബിൾഡ് 67,600 രൂപ. ചുക്ക് മീഡിയം 13,500, ചുക്ക് ബെസ്റ്റ് 14,500 രൂപ. മഞ്ഞൾ നാടൻ 11,500 രൂപ. അടയ്ക്ക പുതിയത് 16,000 രൂപ മുതൽ 18,000 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 250 രൂപ മുതൽ 275 രൂപ വരെ. ജാതിക്ക തൊണ്ടില്ലാത്തത് 440 മുതൽ 470 രൂപ വരെ. ജാതിപത്രി 550 മുതൽ 600 രൂപ വരെ. ഗ്രാമ്പു 740 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 14,700 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 15,300 രൂപ. ഒട്ടുപാൽ 10,500, ലാറ്റക്സ് 9,500 രൂപ. കമ്പോള അവലോകനം. ആഗോള റബ്ബർ വിപണികളിൽ വൻ കുതിച്ചുചാട്ടം. വിദേശത്തെ അനുകൂല തരംഗം കേരളത്തിലെ കർഷകർക്കും നേട്ടം പകർന്നതോടെ ലാറ്റക്സും ഷീറ്റും 3 വർഷത്തിനിടയിലെ മികച്ച തലത്തിലേക്ക് ഉയർന്നു. ടയർ നിർമ്മാതാക്കളും ഉത്തരേന്ത്യയിലെ ചെറുകിട വ്യവസായികളും റബ്ബർ സംഭരിക്കാൻ ഇന്ന് ഉത്സാഹിച്ചു. കോട്ടയത്ത് 4ാം ഗ്രേഡ് കിലോ 157 രൂപ വരെ കയറി. ഏലക്ക വിലയിൽ ചാഞ്ചാട്ടം. കഴിഞ്ഞ ദിവസം കിലോ 1,633 രൂപയായി ഉയർന്ന ഏലത്തിന്റെ നിരക്ക് ഇന്ന് 1,481 ഇടിഞ്ഞു. സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷനിൽ നടന്ന ലേലത്തിൽ 23,000 കിലോ ഏലക്ക ലേലം കൊണ്ടു. ശരാശരി ഇനങ്ങൾ കിലോ 1,340 രൂപയിലാണ്. സംസ്ഥാനത്ത് നാളികേരോൽപ്പന്നങ്ങളുടെ വില സ്റ്റഡിയാണ്. ഓയിൽ മില്ലുകളിൽ നിന്നുള്ള സമ്മർദ്ദം ചുരുങ്ങിയതും പുതിയ കൊപ്രയുടെ വരവും വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തി. അതേസമയം തമിഴ്നാട്ടിൽ എണ്ണവില 13,275 നിന്ന് 13,150 രൂപയായി. വിളവെടുപ്പ് പുരോഗമിക്കുന്നതിനോടൊപ്പം പുതിയ കുരുമുളക് വിൽപ്പനയ്ക്കിറക്കാൻ ഉൽപ്പാദകർ താൽപര്യം കാണിച്ചു. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 34.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.6 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34.7, 25.2. കൊച്ചി 33.8, 25.2. ആലപ്പുഴ 34, 24.5. പുനലൂർ 34, 22.4. തിരുവനന്തപുരം കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.4 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. പുതിയ ടെക്നിക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാനും എന്റെ പാടം ഒരുക്കാനും വിത്തിറക്കാനും ഉഴാനും മണ്ണളക്കാനും മറ്റും ചെറിയ മെഷീനുകൾ ആവശ്യാനുസരണം വാങ്ങി. ഞാൻ എന്റെ പാടത്തെ മെഷീൻ പ്രയോഗിച്ചപ്പോൾ ജോലി പെട്ടെന്നായി, എളുപ്പവുമായി. കൃഷിക്ക് മെഷീൻ ഉപയോഗിച്ചപ്പോ എനിക്ക് നല്ല വിളവ് കിട്ടി, കൂടുതൽ ലാഭവും. ചെറിയ മെഷീൻ ഞങ്ങളുടെ സ്വന്തമാണ്, പക്ഷെ വലിയ മെഷീൻ ഞങ്ങൾ സംഘം ചേർന്ന് വാങ്ങി. കർഷക സോദരരെ, നിങ്ങളും ഉന്നത മെഷീനും ഉപകരണങ്ങളും വാങ്ങുന്നതിന് ധനസഹായം പ്രയോജനപ്പെടുത്തൂ, വരുമാനം ഉയർത്തൂ, സമൃദ്ധി കൈവരിക്കൂ. ശരിയായി. ഞാൻ ആലോചിച്ചു മോനെ, നിന്നെ ഞാൻ കൃഷി എഞ്ചിനീയർ തന്നെ ആക്കും. പുതിയ മെഷീനും പുതിയ ഉപകരണവും എത്തട്ടെ നിങ്ങളുടെ സമക്ഷം. അതിലൂടെ നേടൂ ഇനി സമൃദ്ധി, അളവറ്റ സന്തോഷം.